ഓം ശാന്തി. 10-1-21 അവ്യക്ത ബാപ്ദാദ റിവൈസ് 9-10-87 അലൗകിക രാജ്യ ദർബാറിൻ്റെ സമാചാരം. ഇന്ന് ബാപ്ദാദ തൻ്റെ സ്വരാജ്യ അധികാരികളായ കുട്ടികളുടെ രാജ്യ ദർബാർ നോക്കുകയായിരുന്നു. ഈ സംഗമയുഗത്തിലെ വേറിട്ടതും ശ്രേഷ്ഠ പ്രൗഢിയുള്ളതുമായ അലൗകിക ദർബാർ മുഴുവൻ കൽപ്പത്തിലും വേറിട്ടതും അതിപ്രിയപ്പെട്ടതുമാണ്. ഈ രാജ്യസഭയിലെ ആത്മീയ തിളക്കം, ആത്മീയ കമലാസനം, ആത്മീയ കിരീടവും തിലകവും, മുഖത്തെ തിളക്കം, വായുമണ്ഡലത്തിലെ സ്ഥിതിയുടെയും ശ്രേഷ്ഠ സ്മൃതിയുടെയും അലൗകിക സുഗന്ധം, ഇവ അതിരമണീകവും അതിയായി ആകർഷിക്കുന്നവയുമാണ്. ഇങ്ങനെയുള്ള സഭയെ കണ്ട് ബാപ്ദാദ ഓരോ രാജ്യ അധികാരിയായ ആത്മാവിനെ കണ്ട് ഹർഷിതമാകുന്നു. എത്ര വലിയ ദർബാറാണ്! ഓരോ ബ്രാഹ്മണനായ കുട്ടിയും സ്വരാജ്യ അധികാരിയാണ്. എത്ര ബ്രാഹ്മണരായ കുട്ടികളാണുള്ളത്! ഒരുമിച്ച് എല്ലാ ബ്രാഹ്മണരുടെയും ദർബാർ കൂടുകയാണെങ്കിൽ എത്ര വലിയ രാജ്യ ദർബാറാകും! ഇത്രയും വലിയ രാജ്യ ദർബാർ ഒരു യുഗത്തിലും ഉണ്ടായിരിക്കുകയില്ല. ഇത് സംഗമയുഗത്തിൻ്റെ വിശേഷതയാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ സർവ കുട്ടികളും സ്വരാജ്യ അധികാരിയാകുന്നു. ഇതുപോലെ ലൗകിക പരിവാരത്തിലും ഓരോ അച്ഛനും കുട്ടികളോട് പറയുന്നു, എൻ്റെ ഈ കുട്ടി രാജാപുത്രനാണ്, അല്ലെങ്കിൽ എൻ്റെ ഓരോ കുട്ടിയും രാജാവാകട്ടെ എന്ന ഇച്ഛ വയ്ക്കുന്നു. എന്നാൽ എല്ലാ കുട്ടികൾക്കും രാജാവാകുവാൻ സാധിക്കില്ല. ഈ ചൊല്ല് പരമാത്മാവാകുന്ന പിതാവിൻ്റേത് കോപ്പി ചെയ്തിരിക്കുകയാണ്. ഈ സമയം ബാപ്ദാദയുടെ സർവ കുട്ടികളും രാജയോഗിയാണ്. അതായത് സ്വയം തൻ്റെ രാജാവായിരിക്കുന്നത് തീർച്ചയായും നമ്പർ വാറായാണ്. എന്നാൽ എല്ലാവരും രാജയോഗിയാണ്, ആരും പ്രജായോഗിയല്ല. അപ്പോൾ ബാപ്ദാദ പരിധിയില്ലാത്ത രാജ്യസഭ നോക്കുകയായിരുന്നു. എല്ലാവരും സ്വയം സ്വരാജ്യ അധികാരിയായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. പുതിയതായി വന്നിരിക്കുന്ന കുട്ടികൾ രാജ്യ അധികാരികളാണോ അതോ ഇനി ആകണമോ? പുതിയവരാണെങ്കിൽ ഇടപഴകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ്യക്ത ബാബയുടെ അവ്യക്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെയും ശീലം വന്നുകൊണ്ടിരിക്കും. എങ്കിലും ഈ ഭാഗ്യത്തെ ഇപ്പോഴത്തേക്കാളും സമയമാകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കും. നമ്മൾ എല്ലാ ആത്മാക്കളും എത്ര ഭാഗ്യശാലിയാണ് എന്ന്. അപ്പോൾ ബാപ്ദാദ കേൾപ്പിക്കുകയായിരുന്നു അലൗകിക രാജ്യ ദർബാറിൻ്റെ സമാചാരം. എല്ലാ കുട്ടികളുടെയും, വിശേഷിച്ച് കിരീടത്തിൻ്റെയും മുഖത്തിൻ്റെയും തിളക്കത്തിൻ്റെ മേൽ ആഗ്രഹിക്കാതെ പോലും അറ്റൻഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിരീടം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയായ പവിത്രതയുടെ സൂചകമാണ്. മുഖത്തിലെ തിളക്കം ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആത്മീയതയുടെ തിളക്കമാണ്. സാധാരണ രീതിയിലും ഏതെങ്കിലും വ്യക്തിയെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ദൃഷ്ടി മുഖത്തിൻ്റെ നേർക്കാണ് പോകുന്നത്. ഈ മുഖം തന്നെയാണ് വൃത്തിയുടെയും സ്ഥിതിയുടെയും ദർപ്പണം. അപ്പോൾ ബാപ്ദാദ നോക്കുകയായിരുന്നു,
തിളക്കം എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നായിരുന്നു സദാ ആത്മീയതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ, സ്വതവേയും സഹജമായും സ്ഥിതിയുള്ളവർ. രണ്ടാമത്തേതായിരുന്നു സദാ ആത്മീയ സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ സ്ഥിതിയിലിരിക്കുന്നവർ. ഒന്നായിരുന്നു സഹജമായ സ്ഥിതിയുള്ളവർ, രണ്ടാമത്തേതായിരുന്നു പ്രയത്നിച്ച് സ്ഥിതി ഉണ്ടാക്കുന്നവർ. അതായത് ഒന്നായിരുന്നു സഹജയോഗി, രണ്ടാമത്തേതായിരുന്നു പുരുഷാർത്ഥത്തിലൂടെ യോഗി. രണ്ടുപേരുടെയും തിളക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. അവരുടേത് നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നു, രണ്ടാമതുള്ളവരുടേത് പുരുഷാർത്ഥത്തിലൂടെയുള്ള ബ്യൂട്ടി ആയിരുന്നു. ഏതുപോലെ ഇക്കാലത്തും മേക്കപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആകുന്നുവല്ലോ, അതുപോലെ നാച്ചുറൽ, അതായത് സ്വാഭാവിക ബ്യൂട്ടിയുടെ തിളക്കം സദാ ഏകരസമായിരിക്കും. രണ്ടാമത്തെ ബ്യൂട്ടി ചിലപ്പോൾ വളരെ നല്ലതും ചിലപ്പോൾ പെർസെൻറ്റേജിലും ആയിരിക്കും, ഒരേപോലെ ഏകരസം ആയിരിക്കില്ല. അപ്പോൾ സദാ സഹജ യോഗിയുടെയും സ്വതവേയുള്ള യോഗിയുടെയും സ്ഥിതി നമ്പർ 1 സ്വരാജ്യ അധികാരിയാക്കി മാറ്റുന്നു. ബ്രാഹ്മണ ജീവിതം എന്നാൽ ഒരു ബാബ തന്നെയാണ് ലോകം, അഥവാ ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്നത് എല്ലാ കുട്ടികളുടെയും വാഗ്ദാനമായിരിക്കെ, ലോകം തന്നെ ബാബയായിരിക്കുമ്പോൾ രണ്ടാമതായി ആരുമില്ല എന്നാകുമ്പോൾ സ്വതവേയും സഹജമായും യോഗി സ്ഥിതി സദാ ഉണ്ടായിരിക്കുമല്ലോ. അതോ പ്രയത്നിക്കേണ്ടി വരുമോ? അഥവാ രണ്ടാമതാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ബുദ്ധി പോകരുത്, അവിടെ പോകരുത് എന്ന് പ്രയത്നിക്കേണ്ടി വരും. എന്നാൽ ഒരു ബാബ തന്നെയാണ് സർവ്വതും എങ്കിൽ പിന്നെ ബുദ്ധി എവിടെ പോകുവാനാണ്? പോകുവാൻ തന്നെ സാധിക്കില്ല എന്നിരിക്കെ എന്തഭ്യാസം ചെയ്യുവാനാണ്? അഭ്യാസത്തിലും അന്തരമുണ്ടാകുന്നു. ഒന്നാണ് സ്വതവേയുള്ള അഭ്യാസം, രണ്ടാമത്തേതാണ് പ്രയത്നമുള്ള അഭ്യാസം. സ്വരാജ്യ അധികാരികളായ കുട്ടികളുടേത് സഹജ അഭ്യാസിയാവുക എന്നതാണ്. ഇതാണ് സഹജ യോഗിയുടെയും സ്വതവേയുള്ള യോഗിയുടെയും അടയാളം. അവരുടെ മുഖത്തിലെ തിളക്കം അലൗകികമായിരിക്കും. ആ മുഖം കാണുമ്പോൾ തന്നെ അന്യ ആത്മാക്കൾക്ക് ഈ അനുഭവം ഉണ്ടാകും, ഇവർ ശ്രേഷ്ഠ പ്രാപ്തി സ്വരൂപമായ സഹജയോഗിയാണ് എന്ന്. സ്ഥൂലധനത്തിൻ്റെയും സ്ഥൂല പദവിയുടെയും പ്രാപ്തിയുടെ തിളക്കം ഏതുപോലെ മുഖത്തിലൂടെ അറിയാൻ കഴിയുന്നു. ഇവർ സമ്പന്ന കുലത്തിലേതാണ്, അഥവാ ഉയർന്ന പദവിയുടെ അധികാരിയാണ്. അതുപോലെ ഈ ശ്രേഷ്ഠ പ്രാപ്തിയുടെ, ശ്രേഷ്ഠ രാജ്യ അധികാരത്തിൻ്റെ, അതായത് ശ്രേഷ്ഠ പദവിയുടെ പ്രാപ്തിയുടെ ലഹരിയും തിളക്കവും മുഖത്തിലൂടെ കാണപ്പെടുന്നു. ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ അനുഭവപ്പെടും, ഇവർ ചിലത് നേടിയിരിക്കുന്നു, പ്രാപ്തി സ്വരൂപമായ ആത്മാക്കളാണ്. അതേപോലെ എല്ലാ രാജ്യ അധികാരികളായ കുട്ടികളുടെ തിളങ്ങുന്ന മുഖം കാണപ്പെടണം. പ്രയത്നത്തിൻ്റെ അടയാളം കാണപ്പെടരുത്, പ്രാപ്തിയുടെ അടയാളം കാണപ്പെടണം. ഇപ്പോഴും നോക്കൂ, ചില കുട്ടികളുടെ മുഖം നോക്കുമ്പോൾ ഇത് പറയുന്നു, ഇവർ ചിലത് നേടിയിരിക്കുന്നു. ചില കുട്ടികളുടെ മുഖം കണ്ട് ഇങ്ങനെയും പറയുന്നു, ഉയർന്ന ലക്ഷ്യമുണ്ട്, എന്നാൽ ത്യാഗവും വളരെ ഉയർന്നതാണ് ചെയ്തത്. ത്യാഗമാണ് കാണപ്പെടുന്നത്, മുഖത്തിലൂടെ ഭാഗ്യം കാണപ്പെടുന്നില്ല. അല്ലെങ്കിൽ വളരെ നന്നായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ബാബ്ദാദ
കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഓരോ കുട്ടിയുടെയും മുഖത്തിലൂടെ സഹജയോഗിയുടെ തിളക്കം കാണപ്പെടണം. ശ്രേഷ്ഠ പ്രാപ്തിയുടെ ലഹരിയുടെ തിളക്കം കാണപ്പെടണം. കാരണം പ്രാപ്തികളുടെ കലവറയായ ബാബയുടെ കുട്ടികളാണ്. സംഗമയുഗത്തിൻ്റെ പ്രാപ്തികളുടെ വരദാനി സമയത്തിൻ്റെ അധികാരിയാണ്. നിരന്തര യോഗം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിരന്തരം അനുഭവം ചെയ്ത് കലവറയുടെ അനുഭൂതി എങ്ങനെ ചെയ്യാം എന്ന പ്രയത്നത്തിൽ തന്നെ ഇപ്പോൾ വരെയും സമയം പാഴാക്കാതിരിക്കൂ. എന്നാൽ പ്രാപ്തി സ്വരൂപത്തിൻ്റെ ഭാഗ്യത്തെ സഹജമായി അനുഭവിക്കൂ. സമാപ്തിയുടെ സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വരെയും ഏതെങ്കിലും കാര്യത്തിൻ്റെ പ്രയത്നത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ പ്രാപ്തിയുടെ സമയം സമാപ്തമായി പോകും. പിന്നെ പ്രാപ്തി സ്വരൂപത്തിൻ്റെ അനുഭവം എപ്പോൾ ചെയ്യും? സംഗമയുഗത്തിന് ബ്രാഹ്മണ ആത്മാക്കൾക്ക് സർവപ്രാപ്തിഭവ എന്ന വരദാനമുണ്ട്. സദാ പുരുഷാർത്ഥിഭവ എന്ന വരദാനമല്ല, പ്രാപ്തിഭവ എന്ന വരദാനമാണുള്ളത്. പ്രാപ്തിഭവ എന്നതിൻ്റെ വരദാനിയായ ആത്മാവ് ഒരിക്കലും അലക്ഷ്യത്തിൽ വരില്ല. അതിനാൽ അവർക്ക് പ്രയത്നിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ എന്താകണം എന്ന് മനസ്സിലായോ? രാജ്യസഭയിൽ രാജ്യ അധികാരി ആകുന്നതിനുള്ള വിശേഷത എന്താണ്? ഇത് സ്പഷ്ടമായല്ലോ. രാജ്യ അധികാരിയാണല്ലോ. ആണോ അതോ അല്ലയോ എന്ന് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ? വിധാതാവിൻ്റെ കുട്ടികളായിരിക്കെ വരദാതാവിൻ്റെ കുട്ടികളും ആയിക്കഴിഞ്ഞു. രാജ എന്നാൽ വിധാതാവ്, നൽകുന്നവൻ. അപ്രാപ്തി ഒന്നും തന്നെ ഇല്ല എങ്കിൽ എന്തെടുക്കുവാനാണ്? അപ്പോൾ മനസ്സിലായോ? പുതിയ പുതിയ കുട്ടികൾ ഈ അനുഭവത്തിൽ ഇരിക്കണം. യുദ്ധത്തിൽ തന്നെ സമയം പാഴാക്കരുത്. അഥവാ യുദ്ധത്തിൽ തന്നെ സമയം പാഴാക്കിയെങ്കിൽ അന്തിമതയും യുദ്ധത്തിലായിരിക്കും. പിന്നെ എന്താകേണ്ടി വരും? ചന്ദ്രവംശത്തിൽ പോകുമോ അതോ സൂര്യവംശത്തിലോ? യുദ്ധം ചെയ്യുന്നവർ ചന്ദ്രവംശത്തിൽ പോകും. പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടക്കുക തന്നെ ചെയ്യും, എത്തിച്ചേരും. ഇങ്ങനെയുള്ള ലക്ഷ്യം ഇപ്പോൾ വയ്ക്കരുത്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ആകണമെങ്കിൽ ഇപ്പോൾ, നേടണമെങ്കിൽ ഇപ്പോൾ. ഇങ്ങനെയുള്ള ഉന്മേഷവും ഉത്സാഹവും ഉള്ളവർക്ക് തന്നെയാണ് തൻ്റെ സമ്പൂർണ്ണ ലക്ഷ്യത്തെ സമയത്തിന് നേടുവാൻ സാധിക്കുന്നത്. ത്രേതയിൽ രാമനും സീതയും ആകുന്നതിനായി ആരും തന്നെ തയ്യാറല്ല. സത്യയുഗത്തിൽ സൂര്യവംശത്തിൽ വരണം. അപ്പോൾ സൂര്യവംശം എന്നാൽ സദാ മാസ്റ്റർ വിധാതാവും വരദാതാവും, എടുക്കുന്നതിൻ്റെ ഇച്ഛയുള്ളവരല്ല. സഹായം ലഭിച്ചു എങ്കിൽ, ഇതുണ്ടായി എങ്കിൽ വളരെ നന്നായിരുന്നു. പുരുഷാർത്ഥത്തിൽ നല്ല നമ്പർ എടുത്തേനെ. ഇങ്ങനെ പാടില്ല. സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് സ്വരാജ്യ അധികാരികളായ കുട്ടികൾ. മുന്നോട്ട് പോകണമോ അതോ പിന്നീട് വന്നതുകൊണ്ട് പിന്നിൽ തന്നെ ഇരിക്കണമോ? മുന്നോട്ട് പോകാനുള്ള സഹജ മാർഗമാണ് സഹജയോഗിയും സ്വതവ യോഗിയുമാകൂ. വളരെ സഹജമാണ്. ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്നുള്ളപ്പോൾ പിന്നെ എവിടെ പോകുവാനാണ്? പ്രാപ്തി തന്നെ പ്രാപ്തിയാണ്. പിന്നെ പ്രയത്നം എന്തിനുണ്ടാകണം? അപ്പോൾ പ്രാപ്തിയുടെ സമയത്തിൻ്റെ ലാഭമെടുക്കൂ. സർവപ്രാപ്തി സ്വരൂപമാകൂ. മനസ്സിലായോ? ബാപ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്.
ഓരോ കുട്ടിയും ലാസ്റ്റിൽ വരുന്നവരായാലും സ്ഥാപനയുടെ ആദിയിൽ വരുന്നവരായാലും ഓരോ കുട്ടിയും നമ്പർ 1 ആകട്ടെ. രാജാവാകണം, പ്രജയല്ല. ശരി, മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിൻ്റെയും ഗ്രൂപ്പ് വന്നിരിക്കുന്നു. നോക്കൂ, മഹാ എന്ന ശബ്ദം എത്ര നല്ലതാണ്. മഹാരാഷ്ട്ര സ്ഥാനവും മഹാ എന്ന ശബ്ദമുണ്ട്. ആകേണ്ടതും മഹാൻ ആണ്. മഹാൻ ആയി കഴിഞ്ഞുവല്ലോ. കാരണം ബാബയുടേതായി എന്നാൽ മഹാനായി. മഹാൻ ആത്മാക്കളാണ്. ബ്രാഹ്മണൻ എന്നാൽ മഹാൻ. ഓരോ കർമ്മവും മഹാൻ, ഓരോ വാക്കും മഹാൻ, ഓരോ സങ്കല്പവും മഹാൻ. അലൗകികമായല്ലോ. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ളവർ മഹാനാണ് എന്നതിൻ്റെ സദാ സ്മൃതി സ്വരൂപമാകൂ. ബ്രാഹ്മണൻ എന്നാൽ മഹാൻ, കുടുംബിയാണല്ലോ. മധ്യപ്രദേശ് സദാ മധ്യാജി ഭവയുടെ ലഹരിയിലിരിക്കുന്നവർ. മന്മനാഭവ എന്നതോടൊപ്പം മധ്യാജി ഭവ എന്നതിൻ്റെയും വരദാനമുണ്ട്. അപ്പോൾ തൻ്റെ സ്വർഗത്തിൻ്റെ സ്വരൂപം, ഇതിനെയാണ് മധ്യാജി ഭവ എന്ന് പറയുന്നത്. തൻ്റെ ശ്രേഷ്ഠ പ്രാപ്തിയുടെ ലഹരിയിൽ ഇരിക്കുന്നവർ എന്നാൽ മധ്യാജി ഭവയുടെ മന്ത്രത്തിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവർ. അവരും മഹാനായി. മധ്യാജി ഭവ ആണെങ്കിൽ മന്മനാഭവയും തീർച്ചയായും ആയിരിക്കും. അപ്പോൾ മധ്യപ്രദേശ് എന്നാൽ മഹാമന്ത്രത്തിൻ്റെ സ്വരൂപമാകുന്നവർ. രണ്ടുപേരും തങ്ങളുടെ വിശേഷതയിലൂടെ മഹാനാണ്. മനസ്സിലായോ ആരാണെന്ന്? ആദ്യത്തെ പാഠം ആരംഭിച്ചപ്പോൾ അതും ഞാൻ ആരാണ് എന്നതാണ് തുടങ്ങിയത്. ബാബയും അതേ കാര്യമാണ് ഓർമ്മ വരുത്തുന്നത്. ഇതിൻ്റെ മേൽ മനനം ചെയ്യണം. വാക്ക് ഒന്ന് തന്നെയാണ്, ഞാൻ ആരാണ്. എന്നാൽ ഇതിന് എത്ര ഉത്തരമുണ്ട്? ഞാൻ ആരാണ് എന്നതിൻ്റെ ലിസ്റ്റ് എടുക്കണം. ശരി, 4 ഭാഗത്തുമുള്ള സർവപ്രാപ്തി സ്വരൂപമായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സർവ അലൗകിക രാജ്യസഭയിലെ അധികാരികളായ മഹാനാത്മാക്കൾക്ക്, സദാ ആത്മീയതയുടെ തിളക്കം ധാരണ ചെയ്യുന്ന വിശേഷ ആത്മാക്കൾക്ക്, സദാ സ്വതവേ യോഗിയും സഹജയോഗിയും ഉയർന്നതിലും ഉയർന്ന ആത്മാക്കൾക്ക്, ഉയർന്നതിലും ഉയർന്ന ബാപ്ദാദയുടെ സ്നേഹസമ്പന്ന സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും. ഡബിൾ വിദേശി സഹോദരി സഹോദരന്മാരുമായി അവ്യക്ത ബാപ്ദാദയുടെ കൂടിക്കാഴ്ച. ഡബിൾ വിദേശി എന്നാൽ സദാ തൻ്റെ സ്വസ്വരൂപത്തിൻ്റെയും സ്വദേശത്തിൻ്റെയും സ്വരാജ്യത്തിൻ്റെയും സ്മൃതിയിലിരിക്കുന്നവർ. ഡബിൾ വിദേശികൾക്ക് വിശേഷിച്ച് ഏതൊരു സേവനമാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭവം വിശേഷ രൂപത്തിൽ ആത്മാക്കളെ ചെയ്യിക്കണം. ഇതും വിശേഷ സേവനമാണ്. ഏതുപോലെ സയൻസിൻ്റെ പവർ പ്രശസ്തമാണല്ലോ. സയൻസ് എന്താണ് എന്ന് കുട്ടികൾക്കറിയാം. അതുപോലെ സൈലൻസ് പവർ സയൻസിനേക്കാൾ ഉയർന്നതാണ്. ആ ദിവസവും വരേണ്ടതുണ്ട്. സൈലൻസിൻ്റെ പവറിൻ്റെ പ്രത്യക്ഷത എന്നാൽ ബാബയുടെ പ്രത്യക്ഷത. എങ്ങനെയാണോ സയൻസ് പ്രത്യക്ഷ പ്രൂഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ സൈലൻസ് പവറിൻ്റെ പ്രാക്ടിക്കൽ പ്രൂഫാണ് താങ്കളേവരുടെയും ജീവിതം. എപ്പോഴാണോ എല്ലാവരും പ്രാക്ടിക്കൽ പ്രൂഫ് കാണിക്കുന്നത്, അപ്പോൾ ആഗ്രഹിക്കാതെ തന്നെ എല്ലാവരുടെയും ദൃഷ്ടി സഹജമായി വരും.
കഴിഞ്ഞ വർഷം പീസിൻ്റെ കാര്യം ചെയ്തുവല്ലോ. ഇതിനെ സ്റ്റേജിൽ പ്രാക്ടിക്കലിൽ കാണിച്ചു. അതുപോലെ തന്നെ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും പീസിൻ്റെ മോഡൽ കാണപ്പെടണം. അപ്പോൾ സയൻസിൻ്റെ മേഖലയിലുള്ളവരുടെ ദൃഷ്ടി സൈലൻസിൻ്റെ മേഖലയിലുള്ളവരുടെ മേൽ തീർച്ചയായും പോകും. മനസ്സിലായോ? സയൻസിൻ്റെ ഇൻവെൻഷൻ വിദേശത്ത് കൂടുതലായി ഉണ്ടാകുന്നു. അപ്പോൾ സൈലൻസിൻ്റെ ശക്തിയുടെ ശബ്ദവും അവിടെ നിന്ന് സഹജമായി വ്യാപിക്കും. സേവനത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. എല്ലാവർക്കും ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. സേവനമില്ലാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ആഹാരമില്ലാതെ ഇരിക്കുവാൻ സാധിക്കാത്തതുപോലെ സേവനമില്ലാതെ ഇരിക്കുവാനും സാധിക്കുന്നില്ല. അതിനാൽ ബാബ്ദാദ സന്തുഷ്ടമാണ്. ശരി, പാർട്ടികളുമായി അവ്യക്ത ബാബ്ദാദയുടെ കൂടിക്കാഴ്ച. സ്വദർശന ചക്രധാരി ശ്രേഷ്ഠ ആത്മാക്കളായിരിക്കുകയാണ്. ഇങ്ങനെ അനുഭവം ചെയ്യുന്നുണ്ടോ? സ്വയം തൻ്റെ ദർശനം ഉണ്ടായിക്കഴിഞ്ഞുവോ? സ്വയം തന്നെ അറിയുക എന്നാൽ സ്വയം തൻ്റെ ദർശനമുണ്ടാവുക. ചക്രത്തിൻ്റെ ജ്ഞാനം അറിയുക എന്നാൽ സ്വദർശന ചക്രധാരിയാവുക. എപ്പോഴാണോ സ്വദർശന ചക്രധാരി ആകുന്നത്, അപ്പോൾ മറ്റെല്ലാ ചക്രവും സമാപ്തമാകുന്നു. ദേഹബോധത്തിൻ്റെ ചക്രം, സംബന്ധത്തിൻ്റെ ചക്രം, സമസ്യകളുടെ ചക്രം, മായയുടെ എത്ര ചക്രങ്ങളുണ്ട്? എന്നാൽ സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ ഈ എല്ലാ ചക്രങ്ങളും സമാപ്തമാകുന്നു. എല്ലാ ചക്രങ്ങളിൽ നിന്നും മാറുന്നു. ഇല്ലെങ്കിൽ വലയിൽ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ ആദ്യം കുടുങ്ങിപ്പോയവരായിരുന്നു, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 63 ജന്മത്തിൽ അനേകം ചക്രങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരുന്നു. ഈ സമയം ഈ ചക്രത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ കുടുങ്ങരുത്. അനുഭവം ചെയ്തു നോക്കിയല്ലോ. അനേകം ചക്രങ്ങളിൽ കുടുങ്ങുന്നതിലൂടെ സർവ്വതും പാഴാക്കി സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ ബാബയെ ലഭിച്ചു. അപ്പോൾ സർവ്വതും ലഭിച്ചു. അതിനാൽ സദാ സ്വദർശന ചക്രധാരിയായി മായാജീതായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഇതിലൂടെ സദാ ഭാരരഹിതമായിരിക്കും. ഒരു പ്രകാരത്തിലുള്ള ഭാരവും അനുഭവപ്പെടുകയില്ല. ഭാരം തന്നെയാണ് താഴേക്ക് കൊണ്ടുവരുന്നത്. ഭാരരഹിതം ആകുന്നതിലൂടെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കും. അപ്പോൾ പറക്കുന്നവരാണല്ലോ, ദുർബലമല്ലല്ലോ. അഥവാ ഒരു ചിറക് പോലും ദുർബലമാണെങ്കിൽ താഴേക്ക് കൊണ്ടുവരും, പറക്കുവാൻ അനുവദിക്കില്ല. അതിനാൽ 2 ചിറകുകളും ശക്തിശാലിയാകണം. അപ്പോൾ സ്വതവേ പറന്നുകൊണ്ടിരിക്കും. സ്വദർശന ചക്രധാരി ആവുക എന്നാൽ പറക്കുന്ന കലയിലേക്ക് പോവുക എന്നാണ്. ശരി, രാജയോഗിയും ശ്രേഷ്ഠ യോഗിയുമായ ആത്മാക്കളാണല്ലോ. സാധാരണ ജീവിതത്തിൽ നിന്നും സഹജയോഗിയും രാജയോഗിയും ആയിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ യോഗികളായ ആത്മാക്കൾ സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. ഹഠയോഗികൾ യോഗത്തിലൂടെ ശരീരത്തെ ഉയരങ്ങളിൽ ഉയർത്തുന്നു, പറക്കുന്നതിൻ്റെ അഭ്യാസവും ചെയ്യുന്നു. വാസ്തവത്തിൽ രാജയോഗിയായ താങ്കൾ ഉയർന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഇതിനെ തന്നെയാണ് കോപ്പി ചെയ്ത് അവർ ശരീരത്തെ ഉയരങ്ങളിൽ ഉയർത്തുന്നത്. എന്നാൽ താങ്കൾ എവിടെ ഇരിക്കുമ്പോഴും ഉയർന്ന സ്ഥിതിയിലിരിക്കുന്നു. അതിനാൽ യോഗി ഉയരങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിൻ്റെ സ്ഥിതിയുടെ സ്ഥാനം ഉയർന്നതാണ്. കാരണം ഡബിൾ ലൈറ്റ് ആയിക്കഴിഞ്ഞു.
ഫരിസ്തകളെക്കുറിച്ചും പറയാറുള്ളത് ഫരിസ്തകളുടെ പാദം ഭൂമിയിലല്ല എന്നാണ്. ഫരിസ്ത എന്നാൽ ആരുടെ ബുദ്ധിയാകുന്ന പാദമാണോ ഭൂമിയിൽ അല്ലാത്തത്, ദേഹബോധത്തിൽ അല്ലാത്തത്. ദേഹബോധത്തിൽ നിന്നും സദാ ഉയർന്ന് ഇങ്ങനെയുള്ള ഫരിസ്തകൾ, അതായത് രാജയോഗികൾ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ പഴയ ലോകത്തോട് ഒരു മോഹവുമില്ല. സേവനം ചെയ്യുക വേറൊരു കാര്യമാണ്, എന്നാൽ മോഹം ഉണ്ടാകരുത്. യോഗിയാവുക എന്നാൽ ബാബയും ഞാനും, മൂന്നാമതായി ആരുമില്ല. അപ്പോൾ സദാ ഈ സ്മൃതിയിലിരിക്കൂ, ഞാൻ രാജയോഗി സദാ ഫരിസ്തയാണ്. ഈ സ്മൃതിയിലൂടെ സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. രാജയോഗി സദാ പരിധിയില്ലാത്ത അധികാരിയാണ്, പരിധിയുള്ള അധികാരിയല്ല. പരിധിയിൽ നിന്നും മാറിക്കഴിഞ്ഞു. പരിധിയില്ലാത്ത അധികാരം ലഭിച്ചു കഴിഞ്ഞു. ഈ സന്തോഷത്തിലിരിക്കൂ. എങ്ങനെയാണോ പരിധിയില്ലാത്ത ബാബ, അതേപോലെ പരിധിയില്ലാത്ത സന്തോഷത്തിലിരിക്കൂ, ലഹരിയിലിരിക്കൂ. ശരി. വിടവാങ്ങുന്ന സമയത്ത് അമൃതവേളയുടെ വരദാനിയായ എല്ലാ കുട്ടികൾക്കും വരദാതാവായ ബാബയുടെ സുവർണ സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും അതിനോടൊപ്പം സുവർണ ലോകം ഉണ്ടാക്കുന്നതിൻ്റെ സേവനത്തിൻ്റെ സദാ പ്ലാൻ മനനം ചെയ്യുന്നവർക്ക് സദാ സേവനത്തിൽ ഹൃദയം കൊണ്ടും ജീവൻ കൊണ്ടും സ്നേഹം കൊണ്ടും ശരീരവും മനസ്സും ധനവും കൊണ്ടും സഹയോഗിയാകുന്ന ആത്മാക്കൾക്ക് സർവർക്കും ബാബ്ദാദ ഗുഡ് മോർണിംഗും ഡയമണ്ട് മോർണിംഗും നൽകുകയാണ്. സദാ ഡയമണ്ടായി ഈ ഡയമണ്ട് യുഗത്തിൻ്റെ വിശേഷതയെ വരദാനമായും സമ്പത്തായും സ്വീകരിച്ച് സ്വയവും സ്വർണിമ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യും മറ്റുള്ളവരെയും ഇങ്ങനെയുള്ള അനുഭവം ചെയ്യിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 4 ഭാഗത്തുമുള്ള ഡബിൾ ഹീറോ കുട്ടികൾക്ക് ഡയമണ്ട് മോർണിംഗ്. ശരി. വരദാനം: ദയാഹൃദയത്തിൻ്റെ ഭാവനയിലൂടെ അപകാരിയുടെ മേലും ഉപകാരം ചെയ്യുന്ന ശുഭചിന്തകനായി ഭവിക്കട്ടെ. ആര് എങ്ങനെയുള്ള ആത്മാവായാലും സതോ ഗുണിയോ തമോ ഗുണിയോ സമ്പർക്കത്തിൽ വന്നാൽ എല്ലാവരെയും പ്രതി ശുഭചിന്തകൻ എന്നാൽ അപകാരിയുടെ മേലും ഉപകാരം ചെയ്യുന്നവർ. ഒരിക്കലും ഒരാത്മാവിനെ പ്രതിയും വെറുപ്പിൻ്റെ ദൃഷ്ടി ഉണ്ടാകരുത്. കാരണം ഇവർ അജ്ഞാനത്തിന് വശംവദരാണ്, അവിവേകം ഉള്ളവരാണ് എന്ന് അറിയുന്നുണ്ട്. അവരുടെ മേൽ ദയയും സ്നേഹവും വരണം, വെറുപ്പല്ല. ഇയാൾ ഇങ്ങനെ എന്തിനു ചെയ്തു എന്ന് ശുഭചിന്തകരായ ആത്മാവ് ചിന്തിക്കില്ല. എന്നാൽ ഈ ആത്മാവിൻ്റെ മംഗളം എങ്ങനെ ഉണ്ടാകും? ഇതാണ് ശുഭചിന്തകന്റെ സ്റ്റേജ്. സ്ലോഗൻ: തപസ്യയുടെ ബലത്തിലൂടെ അസംഭവ്യത്തെ സംഭവ്യമാക്കി സഫലതാമൂർത്തിയാകൂ. ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ ഏകാഗ്രമായി സ്ഥിതി ചെയ്യവേ ശാന്തതയുടെ ഗഹനമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്.
അനുപമമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഈ ഗഹനമായ ശാന്തതയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇപ്പോൾ ആവശ്യം മനസ്സിൻ്റെ സത്യമായ ശാന്തിയാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ശാന്തിയുടെ മഹാദാനിയായി മാറുകയാണ്. സ്വാഭാവികമായി തന്നെ എൻ്റെ ആത്മജ്യോതിസിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ സങ്കല്പ ശക്തി കൊണ്ട് ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളുടെ നേർക്ക്, ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ നേർക്ക് അയക്കുകയാണ്. ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഗഹനമായ ശാന്തിയുടെ അമൂല്യ ഖജനാവ് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ്. ഈ ഗഹന ശാന്തിയുടെ പ്രകാശസ്പർശം ഏൽക്കുമ്പോൾ ആത്മാക്കൾ ശാന്തമായി മാറട്ടെ. ആത്മാക്കളിൽ ശാന്തിയുടെ ഈശ്വരീയ ഖജനാവ് നിറയട്ടെ. അവർ ശാന്തി സമ്പന്നമാകട്ടെ.